പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു തിങ്കളാഴ്ച കൂടെ കർത്താവ് സന്നിധിയിലായിരിക്കാൻ വലിയവരായ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. എല്ലാവരും സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു കർത്താവിൽ. ആമേൻ. നമുക്ക് വളരെ വേഗത്തിൽ തിരുവഴുത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കാൻ ചിന്തിക്കാൻ പോകുന്നത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്കായിരിക്കാം. എല്ലാവരും വളരെ പ്രാർത്ഥനയോടായിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ഉള്ളവർ ബൈബിൾ എടുക്കുക. ആമേൻ. ആമേൻ. സ്തോത്രം. ഇല്ലാത്തവർ കേട്ടുകൊണ്ട് വളരെ ശാന്തമായിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. 10-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ 17-ാമത്തെ വാക്യം ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കാം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. സ്തോത്രം. ശ്രദ്ധിക്കണമേ. ഈ കണ്ട ദർശനം എന്തായിരിക്കും എന്ന് പത്രോസ് ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നേല്യോസ് അയച്ച പുരുഷന്മാർ ശിമയോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നൽകിയ തിരുവെഴുത്തിനായി സ്തോത്രം. കർത്താവേ, ഇതിൻ്റെ ആഴങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുമാറാകണം. കർത്താവ്, ഇതിൻ്റെ വാതിലുകളങ്ങ് തുറക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഏതാത്മാവിലാണോ ഈ പുസ്തകം എഴുതപ്പെട്ടത് അതേ ആത്മാവിനാൽ ചിന്തിപ്പാൻ കർത്താവ് സഹായിക്കണം. അത്ഭുതങ്ങൾ ചെയ്യണം. കേൾക്കുന്ന തൻ്റെ ജനത്തെ ആമേ കർത്താവ് അനുഗ്രഹിക്കണം. അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, ഈ പുസ്തകം പഠിക്കുമ്പോൾ ആമേ നമുക്കതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒത്തിരി ദൂതുകൾ അടങ്ങിയ ഒരു പുസ്തകമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട ആമേൻ പ്രവൃത്തിയുടെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ദർശനത്തെക്കുറിച്ച് ആമേൻ പത്രോസ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ട ദർശനം എന്താണ് എന്ന് തന്നെ. ദർശനം എന്നറിയാമോ? ഇവൻ ബിൻമാടത്തിന്റെ കീഴിൽ, അല്ലെങ്കിൽ ഒരു ബിൻമാടത്തിന്റെ കീഴിൽ പത്രോസ് വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു തുപ്പട്ടി ഇറങ്ങി അവന്റെ അടുത്തേക്ക് വരുന്നത് ഇവൻ കണ്ടു. ഇതാണ് ദർശനം. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു ദർശനമാണ്. നമുക്കറിയാം, ഈ 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഈ പറഞ്ഞു വരുന്ന ദൂത് അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ഒരു ദൈവ പൈതൽ ഭവനത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ആമേ. പ്രാർത്ഥിക്കാനായി പ്രത്യേക സമയം കണ്ടെത്തണ്ട. സ്തോത്രം. പ്രാർത്ഥിക്കാൻ പല ചോയ്സുമുണ്ട്. ഒന്നാമത്തെ ചോയ്സ്, നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് ജോലിയാകട്ടെ. സഹോദരിമാരാണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് ഒരു മൂളി പാട്ടൊക്കെ പാടി ജോലി ചെയ്യാം. തിരുവെഴുത്തുകളെ ചിന്തിക്കാം. തിരുവെഴുത്തുകളെ അവർക്ക് പ്രസംഗിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ശ്രദ്ധിക്കണം. അപ്പോ ദൈവദാസനെ, അത് വേദപുസ്തക പ്രകാരം അത് ശരിയാണോ? ശരിയാണ്. പഴയ നിയമത്തിനകത്ത് ആമേൻ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹന്ന എന്ന പ്രവാചകയെ നമുക്ക് കാണാൻ കഴിയുന്നു. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഏലി പുരോഹിതൻ പറഞ്ഞു, എന്തോ അവക്കെന്തോ പിച്ചും ഭ്രാന്തും പിടിച്ചോ, അവൾ വീഞ്ഞു കുടിച്ച് മത്തയായോ? എന്താണെന്നറിയാമോ? അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് സമയം കണ്ടെത്തണ്ട. എല്ലാവർക്കും എപ്പോഴും ഏത് സമയത്തും പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. 10-ാം അധ്യായം നമ്മൾ വളരെ പഠിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. 10-ാം അധ്യായം 10-ാം വാക്യവും പറയുമ്പോൾ പറയാൻ കഴിയും. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശം തുറന്ന് ഒരു വലിയൊരു തുപ്പട്ടി 4 കോണും ബന്ധിക്കപ്പെട്ട് അവന്റെ അടുത്തേക്ക് ഇറങ്ങി വരുവാനിടയായി. ഒന്ന് വായിച്ചാട്ടെ. 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പൊ ശ്രദ്ധിക്കണം. അവൻ വളരെ വിശന്നു. അപ്പോ വളരെ വിശന്ന ശേഷം, അപ്പൊ നിന്റെ വിശപ്പറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വിശപ്പ് നിന്റെ സ്നേഹിതന്മാർക്ക് അറിയത്തില്ലെങ്കിലും നിന്റെ രക്തബന്ധത്തിൽപ്പെട്ട വ്യക്തിക്ക് ആമേൻ ആ വിശപ്പിന്റെ വില അറിഞ്ഞില്ലെങ്കിലും നിന്റെ വിശപ്പിന്റെ വില അറിയുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഉടമാരകൽഖനാദികൾ കടകസ്യ. നിന്റെ വിശപ്പിന്റെ വില അറിയുന്ന ഒരു സ്വർഗം നിന്റെ ഉള്ളൊന്ന് പിടയുമ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവന്റെ വിശപ്പറിയുന്ന ഒരു ദൈവം. ദൈവവൈതലേ, നീ പ്രതിഫല ഇച്ഛ കൂടാതെ ചെയ്യുന്ന ഓരോ സേവനങ്ങൾക്കും
പരിശുദ്ധാത്മാവ് 100 മടങ്ങ് 10,000 മടങ്ങ് ദൈവം നിന്റെ കുടുംബത്തിൽ തലമുറയിൽ തരാൻ പോകുകയാ. പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. വിശപ്പിന്റെ വില, ഭക്തന്റെ വിശപ്പിന്റെ വില അറിയുന്ന ഒരു ദൈവം ഇന്ന് പൽക്കാലമുണ്ട്. വായിക്കാൻ അടുത്ത് പറയുന്നു, അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണം, വിശക്കുമ്പോഴാണല്ലോ നമ്മൾ ഭക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർ ദൈവസന്നിധി നിലവിളിച്ചപ്പോഴാണ് ആമേ സങ്കീർത്തനം 73 ആമേ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, സങ്കീർത്തനം 74 വായിക്കുമ്പോൾ കാണുന്നു, അവർ ദൈവത്തോട് വിളിച്ചപ്പോൾ അവർക്ക് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു. അല്ലെങ്കിൽ ആമേ സമുദ്രത്തിൽ കൂടെ ദിവ്യാതന തലയെ തകർത്ത് കാടകളെ ദൈവം കൊടുത്തു എന്ന് വായിക്കുന്നു. സ്തോത്രം. വേദപുസ്തകം നമ്മൾ പഠിക്കണം. സങ്കീർത്തനം 73, സങ്കീർത്തനം 74 പഠിക്കുന്ന ഇങ്ങനെയാണ്, അവർ ആമേ ദൈവത്തോട് ചോദിച്ചപ്പോൾ ആമേ കർത്താവ് സമുദ്രത്തിലെ ദിവ്യാതാന്റെ തലയെ തകർത്ത് കാടകളെ കൊടുത്തുവെന്ന. ദിവ്യാതാനെ അങ്ങ് അടിച്ച് തകർക്കുക. ചില കുടുംബത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ചില കുടുംബ ജീവിതത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ചില കുഞ്ഞുങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ചില കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ ആമേ കാർന്ന് തിന്നുന്ന, ചില കുടുംബത്തിനകത്ത് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ദിവ്യാതാന്റെ ശക്തികളെ സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അതിന്റെ മേൽ ജയമെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തോ ആത്മാവ് തൊട്ടു പറയുക, നിന്റെ കുടുംബത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യാതാന്റെ ശക്തികളെ തകർക്കുന്ന ഒരു അരുമനാഥൻ ഇന്ന് പകൽക്കാലം നിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലയോ ദൈവദാസനെ, ശരിയാണ്, എന്റെ തലമുറ ഇപ്പൊ ഭരിക്കുന്നത് അവ ദൈവാത്മാവല്ല, ദിവ്യാദാന ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കുടുംബത്തിലെ ഗ്രഹനാഥനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ദിവ്യാദാനാണ്. ആ ദിവ്യാദാൻ അവന്റെ മേൽ കയറിയിട്ടുണ്ട്. ആമ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? നീ ഉപവസിക്കണം, നീ പ്രാർത്ഥിക്കണം, നീ ദൈവസ്ഥനിൽ കരയണം, ഒന്ന് ഉടയണം. ഗ്ലോറി ടു ഗാഡ്. ദിവ്യാദാൻ ഒരു ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയുടെ മേൽ കയറിയാൽ, ഹല്ലേലൂയ, ഒരു പുരുഷന്റെ മേൽ കയറിയാൽ, ഒരു കുഞ്ഞിന്റെ മേൽ കയറിയാൽ, ദിവ്യാദാന്റെ ശക്തിയെ തകർക്കണമെങ്കിൽ നീ ഉപവസിക്കണം, നീ ദൈവസന്നിധിയിൽ കരയണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ ദിവ്യാദാനെ തകർക്കുവാൻ പരിശുദ്ധനായ ദൈവം നിന്റെ കരത്തെ ബലപ്പെടുത്താൻ പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. ദൈവ പൈതലേ, ദൈവത്തിന് അസാധ്യമായത് ഒരു കാര്യവുമില്ല. എന്തെന്ന് തെളിവ് തരാം വേദപുസ്തകത്തിന്. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ ആവർത്തന പുസ്തകം 1:28 പറയുന്ന ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യങ്ങളെ എന്റെ അടുക്കൽ കൊണ്ടുവാ, ഞാൻ തീർത്തു തരാം എന്ന് പറഞ്ഞാൽ നിനക്ക് അധികം പ്രയാസമായി എന്ത് കാര്യമുണ്ടെങ്കിലും ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ. അടുത്തു പറയുന്നത് ഇങ്ങനെയാണ്, ചെറിയവന്റെ കാര്യത്തെയും വലിയവന്റെ കാര്യത്തെയും ഒരുപോലെ കേൾക്കണം, അല്ലെങ്കിൽ തീർക്കണം. നീ ചെറിയവനെന്നോ നീ വലിയവനെന്നോ ഇവിടെയില്ല. ദൈവത്തിന് സകലജനവും ദൈവത്തിന് സന്നിധിക്ക് തുല്യരാണ്. നീ കോടീശ്വരനാണെങ്കിലും, നിനക്ക് ഭയങ്കര വലിയ കാറുകൾ ഉണ്ടെങ്കിലും, വലിയ വീടുണ്ടെങ്കിലും, ആമേ വലിയ ബംഗ്ലാവ് ഉണ്ടെങ്കിലും, ദരിദ്രനാണ്, ആമേ എനിക്കൊന്നുമില്ല, ഞാൻ ദരിദ്രനാണ്, എനിക്കൊരു ഓലക്കുടിൽ മാത്രമേ ഉള്ളൂ, എനിക്ക് അതുമില്ല, ഞാൻ കിടക്കുന്നത് ഒരു തൊഴുത്തിനകത്താണ്, ആമേ എനിക്ക് തൊഴുത്തു പോലുമില്ല, ഞാൻ കിടക്കുന്ന ഫുട്പാത്തിലാണ്. ആമേ വലിയ മാളികയിൽ കഴിയുന്നവനും ഫുട്പാത്തിൽ കിടക്കുന്നവനും തൊഴുത്തിൽ കിടക്കുന്നവനും ഓർത്ത് വിട്ടി കിടക്കുന്നവനും ബംഗ്ലാവിൽ കിടക്കുന്നവനും എസിൽ കിടക്കുന്നവനും എല്ലാവന്റെയും ആത്മാവ് ഒന്നാ. സഹോദര, തിരിച്ചറിയണം. ഹല്ലേലൂയ. തിരിച്ചറിയണം. ദൈവസന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വരണം. തിരിച്ചറിയണം. തിരിച്ചറിവിന്റെ വില വലുതാണ്. ഒന്ന് തിരിച്ചറിയണം, കർത്താവേ, എന്റെ സ്തോത്രം, ജീവിതത്തിനകത്ത് നിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് ആത്മാവിൽ സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് വലിയ അനുഗ്രഹമായി കേട്ടോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദിവ്യാദാന തലയെ തകർത്ത് ദൈവം ജനത്തിന് ആഹാരം കൊടുത്തു. നീ വിളിക്കണം, ദൈവസ്ഥനിൽ കരയണം. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവസ്ഥനിൽ കരഞ്ഞില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസ്ഥനിലേക്ക് നീ കരയേണ്ടത് അത്യാവശ്യമാണ്. ദൈവസ്ഥനിൽ കരയണം ദൈവ പൈതലേ, ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കണം ദൈവ പൈതലേ. ദൈവസ്ഥനിൽ കരച്ച് കണ്ണീര് കുറയ്ക്കരുത്. ആമേ, രാവും പകലും 24 മണിക്കൂറും ദൈവസ്ഥനിൽ മുഴങ്കാലിൽ കരയാൻ താല്പര്യപ്പെടുമെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, നിന്റെ മുമ്പിൽ കുടുംബത്തിൽ, തലമുറയിൽ, കുടുംബജീവിതത്തിൽ, ആമേ ഉപജീവന വഴികളിൽ ആമേ പൊങ്ങി നിൽക്കുന്ന ആമേ ദിവ്യാദാന്റെ തലയെ തകർക്കുവാൻ ദൈവം ശക്തൻ. ഹല്ലേലൂയ, ആമേൻ. അടുത്തൂടെ വായിക്കുന്നത്, വളരെ വിശന്നിട്ട് അവൻ ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അടുത്ത് പറയുന്നത് ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവനൊരു വിവശത വന്നു. അടുത്ത്
ശ്രദ്ധിക്കണം, ആകാശം തുറക്കുന്നതും ചെറുതല്ല, വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് അവന്റെ മുമ്പിലേക്കൊന്ന് ഇറങ്ങി വന്നു. അടുത്ത് ഒരു വലിയൊരു പാത്രം ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. അടുത്ത് അതിൽ ഈ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം. അപ്പൊ ദൈവം തരുന്നത് ഒന്ന് മാത്രമല്ല, നിനക്കെല്ലാം ദൈവം തരിക ഭക്ഷിക്കാൻ. ഹല്ലേലൂയ. ഇതെല്ലാം കണ്ടപ്പോ 13ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഇതെല്ലാം കണ്ടപ്പോ പത്രോസ് എഴുന്നേറ്റ് അറുത്ത് തിന്നുക. പത്രോസ് എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നീ ഇവിടെ ഇരുന്ന് വെറുതെ ഇരിക്കരുത്, നീ എഴുന്നേറ്റ് എന്ത് ചെയ്യണം? അറുത്ത് തിന്നുക. അടുത്ത് എന്നൊരു വലിയൊരു ശബ്ദം അവന്റെ മുമ്പിലുണ്ടായി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അപ്പൊ പത്രോസിനോട് ഇതെല്ലാം ഇറക്കി വെച്ചു. കാരണം അവൻ ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചവനാ. അവൻ ആഹാരത്തിന് വേണ്ടി ഒന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. അവൻ ഭക്ഷിപ്പാനായി ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ആകാശത്തിൽ നിന്ന് ഒരു തുപ്പട്ടി 4 കോണ് ബന്ധിച്ച് അവന്റെ മുമ്പിൽ ഒരു പാത്രം ഇറങ്ങി വരികയാണ്. സ്തോത്രം. നമ്മൾ എത്രയോ പ്രാവശ്യം ഭക്ഷിക്കാൻ വകയില്ലാതെ വളരെ പട്ടിണിയിലായിരുന്ന സമയമുണ്ടല്ലേ? ഹല്ലേലൂയ, ആമേൻ. എന്നാൽ അവിടെ എല്ലാം ദൈവം ഇതുപോലെ ചില നന്മകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അടുത്ത് വായിക്കുന്ന ഇങ്ങനെയാണ്, അതിന് പത്രോസ്, അപ്പൊ ശ്രദ്ധിക്കണം, കർത്താവ് കൊടുത്തപ്പോ കർത്താവ് ഒരിക്കലും പാടില്ല. ആമേൻ. നിന്റെ മുമ്പിൽ കർത്താവ് ഒന്ന് തുറന്നു തരുമ്പോ ഇത് വേണ്ട കർത്താവ് എന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാവും? കർത്താവ് തുറന്നു തരികയല്ലേ? നീ പ്രാർത്ഥിച്ചപ്പോ നിനക്ക് തരുന്നതാ ദൈവം, നിനക്ക് ഭക്ഷിപ്പാൻ. കർത്താവ് പറയാണ്, അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ. ആമേൻ. അടുത്ത് പറയുന്നത്, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. അടുത്ത് ആ ശബ്ദം 2 പ്രാവശ്യവും അവനോട് ദൈവം ശുദ്ധീകരിച്ചതോ നീ മലിനമെന്ന് വിചാരിക്കരുത്. അടുത്ത് എന്ന് പറഞ്ഞു. അടുത്ത് ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. അടുത്ത് പ്രൈസ് ദി ലോർഡ്. ഉടനെ പാത്രം എന്ത് ചെയ്തു? ആകാശത്തിലേക്ക് അങ്ങ് പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു പ്രാവശ്യമല്ല പറഞ്ഞത്, 3 പ്രാവശ്യം ദൈവം പത്രോസിനോട് 3 പ്രാവശ്യം പറഞ്ഞു, പത്രോസേ നീ കഴിക്കേ. ആമേൻ. ദൈവവൈതലേ, നിന്നോട് ദൈവം എത്രയോ പ്രാവശ്യം നിന്നോട് ദൈവം പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം നിന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞു. ആമേൻ. ദൈവവൈതലേ, ഇത് ഞാൻ തുറന്ന വഴിയാ. ഹല്ലേലൂയ. ഇത് ഞാൻ നിനക്ക് തുറന്ന വഴിയാ എന്ന് എത്രയോ പ്രാവശ്യം ദൈവം നിന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. നീ അതെല്ലാം റിജക്റ്റ് ചെയ്തു. ആമേൻ. ദൈവം ആ പാത്രം എവിടെ നിന്നാണോ ഇറങ്ങി വന്നത് അവിടേക്ക് കയറിപ്പോയി. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദൂത് നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. ആമേ. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ദൂത് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം എന്തെങ്കിലും തന്നാൽ തന്നവന് അത് എടുക്കാൻ അധികാരമുണ്ട്. ദൈവം നിന്റെ മുമ്പിൽ ഇറക്കി വച്ചതിനെ നീ റിജക്റ്റ് ചെയ്തപ്പോൾ, ദൈവത്തോട് ചോദ്യം ചെയ്തപ്പോൾ ദൈവം അതിന് എവിടെ നിന്നാണോ നിന്റെ മുമ്പിലേക്ക് അയച്ചത് അവിടേക്ക് തിരിച്ചു പോകാനിടയായി. എന്നെ കേൾക്കുന്ന വാത്സല്യ ജീവിതമേ, പരിശുദ്ധാത്മാവി പകൽക്കാലം അത് ശക്തമായി വിളിച്ചു പറയുന്നു. ദൈവം നിന്നോട് ആമേൻ പ്രൈസ് ദി ലോർഡ് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്ന് പകൽക്കാലം നീ ആമേൻ അനുസരിപ്പാൻ ബാധ്യസ്ഥനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്താണ് 17ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ഈ കണ്ട ദർശനം എന്തായിരിക്കും എന്ന് പത്രോസ് ഉള്ളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൈസറയിൽ നിന്ന് അയക്കപ്പെട്ട പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കൽ നിൽക്കുന്നത് പത്രോസ് നോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ.
അപ്പൊ ദൂതവൻ ചിന്തിക്കുകയാണ്, ഇതെവിടെ നിന്നായി പാത്രം ഇറങ്ങി വന്നത്. ദൂത് ചിന്തിക്കുകയാണ്, ഇതെന്താണ് കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂതവൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എത്രയോ ദൂതുകൾ കേട്ടല്ലേ. ഒരു ദൂത് കേട്ട് കഴിഞ്ഞാല് അത് ഹൃദയത്തിൽ കിടന്നു ഇങ്ങനെ അലതല്ലണം. അത് എന്താ അതിന്റെ ആഴം? ദൈവദാസൻ ദൂത് പറഞ്ഞല്ലോ, ഞാൻ ഒരു ദർശനം കണ്ടല്ലോ, അത് എന്താണ് എന്താണ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി ആഗ്രഹിക്കണം. അത് എന്താ കർത്താവേ എന്ന് ദൈവത്തോട് ചോദിക്കണം. ദൈവം ഡയറക്റ്റായി ഇൻഡയറക്റ്റായി നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണമേ. ആമേൻ. 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. വായിച്ചാട്ടെ. പത്രോസ് എന്ന് ആമേൻ മറുപേരുള്ള അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ പത്രോസ് എന്ന് മറുപേരുള്ള ശിമിയോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഒരു മറുപേരുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവിന് മറുപേരുണ്ടായിരുന്നു. തച്ചന്റെ മകൻ എന്നൊരു മറുപേര് യേശു കർത്താവിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു മനുഷ്യൻ 2ഉം 3ഉം പേരുണ്ട് ഇപ്പോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീട്ടിൽ കാമാക്ഷി എന്നും മണിയെന്നും ആമേൻ മറ്റു പേരുകളൊക്കെ വിളിച്ച് ഒബ്ബിഷൻ നൈമരും വേറെ ഏതെങ്കിലും വായിക്കൊള്ളാത്ത പേരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെയുള്ളവർ ഈ ഭൂമിയിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ ഭൂമിയിൽ 5ഉം 6ഉം പേരുള്ളവർ ഈ ഭൂമിയിലുണ്ട്. ആമേൻ. തെറ്റല്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണമേ. നിനക്ക് എപ്പോഴും നിന്നത് ഒഫീഷ്യൽ നൈം എന്താ, നിന്റെ പേര്, എഴുത്തുകുത്തിലെ പേരെന്താ, അതാണ് ദൈവത്തിന് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ അവിടെ ആ പേര് ചോദിച്ച് അറിയാൻ പറ്റത്തില്ല. ഇന്ന് പലപ്പോഴും യഥാർത്ഥ പേരിൽ നിന്ന് നാട്ടിൽ ആർക്കും അറിയപ്പെടത്തില്ല. ആ പേരെന്നും പറഞ്ഞ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന ഒരു മറുപേരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പത്രോസിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്. 19-ാം വാക്യം. പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. നീ എഴുന്നേറ്റ് സ്തോത്രം, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലണം. ഒന്ന്, നീ കണ്ട ദർശനം ഇങ്ങനെ നീ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അപ്പോൾ നിന്റെ ദൈവത്തിന്റെ ആ ദൈവം അയച്ച പുരുഷന്മാർ അവൻ നിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കണം. ഇന്ന് പകൽക്കാലം ആത്മാവിൽ തൊട്ടു പറയട്ടെ, ആ 3 പുരുഷന്മാർ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കൊരു ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കപ്പെടുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അവിടെ അബ്രഹാമിന്റെ മുൻപിൽ 3 പുരുഷന്മാർ ഇറങ്ങിച്ചെന്നു. സ്തോത്രം. വായിക്കാം. 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ ആമേൻ അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ ശ്രദ്ധിക്കണം. ഇതേ 3 പുരുഷന്മാർ അബ്രഹാമിന്റെ നേരെ നിൽക്കുകയാണ് മമ്രയുടെ തോപ്പിൽ. അബ്രഹാം മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന്റെ അടുത്ത് 3 പുരുഷന്മാർ നിൽക്കുക. ഇത് ആര് പറഞ്ഞിട്ടാ? സാക്ഷാൽ ദൈവം പറഞ്ഞിട്ട് അവിടെ ചെല്ലുകയാണ്. അവന്റെ പ്രാർത്ഥനാ വിഷയത്തിന് ഇതാ ഒരു അറുതി വരുത്തുവാൻ ദൈവം അവിടെ പുരുഷന്മാരെ അയക്കുകയാണ്. 3 ദൂതന്മാരെ. അടുത്ത് അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. ശ്രദ്ധിക്കണം. വന്നവരാരെന്ന് ചോദിക്കാതെ വന്നവൻ ആത്മാവിൽ വിവേചിച്ചു. എന്റെ കുടുംബത്തിന് അനുഗ്രഹിപ്പാൻ വന്ന 3 പേരെ കണ്ടപ്പോൾ അവൻ അവരെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്നിട്ട് അസാരം വെള്ളം കൊണ്ടുവന്ന് ആ 3 പേരെയും പാദങ്ങൾ കഴുകി. സ്തോത്രം. ഹല്ലേലൂയ.
ദൈവവൈതലെ ശ്രദ്ധിക്കണം. നിന്റെ വീട്ടിൽ വരുന്ന ആരെന്ന് നീ മനസ്സിലാക്കണം. നിന്റെ വീട്ടിൽ വരുന്ന വ്യക്തികളെ നീ മനസ്സിലാക്കണം. നിന്റെ വീട്ടിലിരിക്കുന്നത് ആരെന്ന് നീ മനസ്സിലാക്കണം. മനസ്സിലാക്കണമെങ്കിലേ ആമേ സ്തോത്രം, നുണ പറഞ്ഞാൽ കിട്ടത്തില്ല. ആമേ കള്ളം പറഞ്ഞാൽ കിട്ടത്തില്ല. പോഷ്കിന്റെ ആത്മാവുണ്ടെങ്കിൽ കിട്ടത്തില്ല. നിന്റെ ഭവനത്തിൽ വരുന്നത് ആരെന്ന് അറിയണമെങ്കിൽ നീ രാപ്പകൽ ദൈവത്തിന് സന്നിധിയിൽ ഇരുന്നുകൊണ്ട് നീ ദർശനം പ്രാപിക്കണം. ആമേൻ. ദർശനം ഉണ്ടെങ്കിൽ മാത്രമേ വരുന്ന വ്യക്തി ആരെന്നറിയാൻ കഴിയൂ. വരുന്ന വ്യക്തി ആരെന്നറിയണമെങ്കിൽ നീ ദൈവവൈതലായിരിക്കണം. വരുന്ന വ്യക്തി ആരെന്നറിയണമെങ്കിൽ നീ യേശുവിനെ മുഖാമുഖം കണ്ട് സംസാരിക്കുന്ന വ്യക്തി ആയിരിക്കണം. വരുന്ന വ്യക്തി ആരെന്നറിയണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ദൈവത്തിന്റെ മുൻപിലേക്ക് ഒരു വ്യക്തി ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിന്റെ മധ്യേ ദൈവത്തിന്റെ കാര്യം വെളിപ്പെടണമെങ്കിൽ വരുന്ന വ്യക്തി ആരെന്ന് നീ ബഹുമാനിക്കണം. അടുത്ത് വായിക്കുന്നു, ഞാൻ നിങ്ങളുടെ കാലുകളെ ഒന്ന് കഴുകട്ടെ. അടുത്ത്, അപ്പൊ ശ്രദ്ധിക്കണം, നിങ്ങൾ വിഷത്തിന്റെ കീഴിലിരിക്കണം. അടുത്ത്, അടുത്ത്, അടുത്ത് ശ്രദ്ധിക്കണം. ആമേൻ. ആദ്യം അബ്രഹാം ഓടിച്ച നിലംബനം കുനിഞ്ഞ് അവരെ കാലുകളെ ഒന്ന് കഴുകി. അടുത്ത് പറയുന്നത്, നിങ്ങൾ വിശന്ന് വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ അപ്പം കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞപ്പോൾ ദൂതന്മാർ പറഞ്ഞു, എന്നാൽ അങ്ങനെ ആകട്ടെ. ആമേൻ. നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അതുപോലെ ആകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത് ഇവിടെ വായിക്കുന്നത്, അപ്പൊ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് ആമേൻ കുഴച്ചപ്പമുണ്ടാക്കുക. അവിടെ പറയാണ് പാചകക്കാരോട്, പെട്ടെന്ന് 3 ഇടങ്ങഴി മാവെടുത്ത് ആമേൻ സ്തോത്രം അപ്പം ഉണ്ടാക്കണം. അടുത്ത് പറയുന്നത്, ആമേൻ അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ആമേൻ ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടി. ശ്രദ്ധിക്കണം ദൈവവേദലേ, നീ ദൈവത്തിന് കൊടുക്കുന്നത് നല്ലതായിരിക്കണം. സ്തോത്രം. നീ ദൈവത്തിന് നല്ലത് കൊടുക്കുമ്പോൾ അവൻ നിനക്ക് അമർത്തിക്കുലിക്ക് നല്ലൊരു അളവ് തരും. സ്തോത്രം. ഇത് പണ്ട് ഒരു അമ്മച്ചി പള്ളിയിൽ സാക്ഷി പറഞ്ഞ എങ്ങനെയാ, 21 കോഴിമുട്ട കോഴിയുടെ ചിറകിനടിയിലേക്ക് കുരിശു വരച്ച് 21 കോഴിമുട്ട വെച്ചു. 21 കോഴിമുട്ട വെച്ചപ്പോ 21 കുഞ്ഞും വിരിഞ്ഞു. സ്തോത്രം. 21 കുഞ്ഞും വിരിഞ്ഞു. പക്ഷേ 21 കുഞ്ഞ് വിരിയാൻ കാര്യം അതിന്റെ മുട്ടയുടെ പുറത്തെ തോടില് കുരിശ് വരച്ചതാ. സാത്താൻ അടുക്കത്തില്ല. സ്തോത്രം. ഇന്നാ കുരിശ് ആമേൻ പ്രൈസ് ഫിവറേജിന്റെ ഫ്രണ്ടിലും കള്ള് ഷാപ്പിന്റെ ഫ്രണ്ടിലും ആമേൻ ബാറിലെല്ലാം ഇന്ന് കുരിശായി. പ്രൈസ് ദി ലോർഡ്. ഈ കുരിശ് വെച്ച് വരച്ചപ്പോ 21 കുഞ്ഞും വിരിഞ്ഞ് ഈ ഓടിക്കളിക്കുമ്പോ ഒരു കുഞ്ഞ് മൊണ്ടി. സ്തോത്രം. ഒരു കുഞ്ഞ് മൊണ്ടി. ശ്രദ്ധിക്കണമേ, എന്നെ കേൾക്കുന്ന വാസ്തവ ജീവിതമേ, 21 കുഞ്ഞും വിരിഞ്ഞു, ഒന്നിനും ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരെണ്ണം മൊണ്ടി. എന്നാ അമ്മച്ചി വിചാരിച്ചു ഈ മൊണ്ടിയെ കൊണ്ട് ഒരു രക്ഷയില്ല. കാരണം പരുത്ത് വന്നു കഴിഞ്ഞാൽ ഈ മൊണ്ടി ഓടില്ല. ഇതിങ്ങനെ പതുങ്ങി അമ്മച്ചിക്ക് എപ്പോഴും ഇതിനെ പിറകെ ഓടാൻ വയ്യ. അതുകൊണ്ട് ഇതിനെ തലക്കുഴിഞ്ഞ് നേരെ കൊടുത്ത് പാസ് കൊടുത്തു. സ്തോത്രം പറഞ്ഞല്ലോ. ശ്രദ്ധിക്കണം, നിങ്ങളുടെ വീട്ടിൽ ദൈവം നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യവും ബലവും ഉള്ളതിനെ നീ ദൈവത്തിന് കൊടുക്ക്. സ്തോത്രം, ഹല്ലേലൂയ. ഈ 21 കുഞ്ഞിൽ ഈ മൊണ്ടിയെ ആക്കും വേണ്ടാത്ത ദൈവത്തിന് ദൈവാസനം കൊടുത്തു. ദൈവാസന പ്രാർത്ഥിച്ച് സ്തോത്രം ആ അമ്മയായിരുന്നു ഈ കുഞ്ഞിനെ വാങ്ങി അതിന് പ്രത്യേക ഒരു കൂടുണ്ടായി. കാരണം അതുവരെ കോഴിക്കുഞ്ഞൊന്നും ദൈവാസനില്ല. ഒരു കോഴിക്കൂടുണ്ടാക്കി ഈ കുഞ്ഞിനെ ആ കോഴിക്കൂട്ടിനകത്തിട്ട് വളർത്താൻ തുടങ്ങി. സ്തോത്രം. ഈ ബാക്കി 20 എണ്ണവും ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോന്ന് കുറയുക. കാരണം ഇതിനെല്ലാം ഓടാൻ പ്രാപ്തിയുണ്ട്, ഇതിനെല്ലാം ആരോഗ്യമുണ്ട്, ഇതിനെല്ലാം നല്ല പുഷ്ടിയുണ്ട്. പുഷ്ടിയുള്ളതിനെ വീട്ടിൽ നിർത്തിയിരിക്കുക. ഇതെല്ലാം പുഷ്ടിയുള്ളതെല്ലാം ഓരോ ദിവസവും പരുന്തും പൂച്ചയും പ്രൈസലോ കീരിയും പാമ്പും എല്ലാം വന്ന് ഓരോന്നിനെ അങ്ങ് വിഴുങ്ങി. സ്തോത്രം. ലാസ്റ്റ് ഈ തള്ളക്കോഴി മാത്രം ബാക്കിയായി. സ്തോത്രം. അപ്പോൾ തന്നെ ഈ ആലയത്തിൽ കൊടുത്ത ഈ മൊണ്ടിക്കുഞ്ഞുണ്ടല്ലോ, ഇത് നല്ല പുഷ്ടിയോടെ വളരുവാൻ തുടങ്ങി. ദൈവവൈതലേ, ദൈവത്തിന് നീ കൊടുക്കുന്നത് നല്ലത് കൊടുത്തില്ലെങ്കിൽ നല്ലതും നീ വീട്ടിൽ പുകഴ്ത്തി വെച്ച് നീ മൊണ്ടിയെയും ചെകിടനെയും കുരുടനെയും കർത്താവിന് വേണ്ടി വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട്
ഹല്ലേലൂയ. നീ ബാക്കിയെല്ലാം വിറ്റ് കാശാക്കാന്ന് പറഞ്ഞ് നീ ആമേൻ പ്രൈസ് ദി ലോർഡ് വലിയ ബാഗും വാങ്ങിച്ച് വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ആമേൻ എന്നെ കേൾക്കുന്ന വാസ്തവ ജീവിതമേ, നിനക്ക് തപ്പ് പറ്റി, നീ മാനസാന്തരപ്പെട്ടിട്ടില്ല, നീ ദൈവത്തിൽ അടുത്ത് വന്നിട്ടില്ല. ദൈവസന്നിധിയിലേക്ക് നീ അടുത്തു വരുമെങ്കിൽ ഈ പകൽക്കാലം അധികാരത്തോടെ വരികയാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. പശുക്കൂട്ടത്തിൽ പോയി വേഗത്തിൽ സമയം കുറവായതുകൊണ്ട് പ്രൈസ് വേഗത്തിൽ നമുക്ക് പറഞ്ഞു പോകാം. പശുക്കൂട്ടത്തിൽ ഊനമില്ലാത്ത നല്ലതും തടിച്ചതുമായ ഒന്നിനെ അങ്ങോട്ട് അടുത്ത് അവർക്ക് ആഹാരം കൊടുത്തു. സ്തോത്രം. ഇറങ്ങിയപ്പോ ഒന്ന് പറഞ്ഞു, അടുത്ത വർഷം ഇതേപോലെ നിന്റെ ഒക്കത്തൊരു കുഞ്ഞിരിക്കുമെന്ന് സാറയോട് പറഞ്ഞിട്ട് പോയി. സാറ ചിരിച്ചു. ഹല്ലേലൂയ. ആ ചിരി സ്വർഗം കണ്ടു. ഹല്ലേലൂയ. പലപ്പോഴും ദൂതന്റെ മുമ്പിൽ നീ പരിഹസിക്കുന്നില്ലേ, നീ ചിരിക്കുന്നില്ലേ? അതിന്റെ മധ്യത്തിൽ വലിയവനായ ദൈവത്തിന് ഒരു പ്രവൃത്തി വെളിപ്പെടുവാനുണ്ട്. ഇന്ന് പകൽക്കാലം ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ആ 3 പുരുഷന്മാർ പത്രോസിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. അവൻ ആവശ്യമായത് വിളമ്പിക്കൊടുക്കുവാൻ. നിങ്ങൾ പ്രൈസ് ദി ലോർഡ് വീട്ടിലിരിക്കുമ്പോൾ ഈ വാക്യം നിങ്ങൾ പ്രൈസ് ദി ലോർഡ് ഈ 10ാമത്തെ വാക്യം മുതൽ സ്തോത്രം ആ 20ാമത്തെ വാക്യം വരെ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അതിന്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. യോബിന്റെ പുസ്തകം 32ാം അധ്യായം അതിന്റെ 3ാമത്തെ വാക്യം വായിച്ചാൽ. യോബിന്റെ പുസ്തകം 32:3. ശ്രദ്ധിക്കണം. ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ ഇയ്യോബിന്റെ കുറ്റം തെളിയിക്കുവാൻ അപ്പൊ ശ്രദ്ധിക്കണം. അവിടെയും 3 പേര് ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ ഇയ്യോബിന്റെ കുറ്റം ഒന്ന് തെളിയിക്കുവാൻ. അപ്പൊ ശ്രദ്ധിക്കണം. ഒന്ന് കുറ്റം തെളിയിക്കുവാൻ. ഹല്ലേലൂയ. ഒന്ന് അനുഗ്രഹിക്കുവാൻ. 2 ദർശനത്തെ കുറിച്ചൊന്ന് വ്യാഖ്യാനിപ്പാൻ. 3 പേരിറങ്ങി. 3 വ്യത്യസ്തമായ രീതിയിലാ. ഇയ്യോബിനടുത്ത് ഇറങ്ങിയത് കുറ്റം കണ്ടുപിടിക്കാൻ, തെളിയിക്കാനാ. സ്തോത്രം. അടുത്ത് അബ്രഹാമിന് വീട്ടിൽ ഇറങ്ങിയത് അബ്രഹാമിന് വാഗ്ദത്തം കൊടുക്കാനാ. സ്തോത്രം. അടുത്ത് പത്രോസിനടുത്ത് ഇറങ്ങിയത് പത്രോസിന്റെ ദൂതന്റെ ദർശനത്തെ ഒന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ. അപ്പൊ ശ്രദ്ധിക്കണം. 3 പേരിറങ്ങിയിട്ടുണ്ട്. ഇന്ന് പകലിൽ വചനത്തിന് മുമ്പിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നിന്റെ കുടുംബത്തിൽ 3 പുരുഷന്മാർ ഇറങ്ങിയിരിക്കുക. ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിൽ 3 ദൂതന്മാർ ഇറങ്ങിയിരിക്കുക. മരണത്തിന് ദൂതനെ വെട്ടിമാറ്റുവാൻ, കുടുംബത്തിന് കലഹത്തെ മാറ്റുവാൻ, കടഭാരത്തെ മാറ്റുവാൻ 3 പേരും ദൈവസന്നിധിയിൽ എന്നവർക്ക് ഇറങ്ങിയിട്ടുണ്ട്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായ സ്തോത്രം. കർത്താവേ, ഈ പകൽക്കാലം ഈ ദൂതന് മുമ്പിലായിരിക്കുന്ന ജനത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പാ കർത്താവേ, ഈ പകൽക്കാലം ദൈവം അനുഗ്രഹിക്കണമേ. രോഗികളെ ദൈവം സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ഹാർട്ട് കംപ്ലൈന്റുകൾ കർത്താവ് ഇന്ന് പകൽക്കാലം പൂർണ്ണമായി സൗഖ്യമാക്കണമേ. ക്യാൻസർ ട്രീറ്റ്മെന്റിലായിരിക്കുന്ന വ്യക്തികളെ, ക്യാൻസറിന്റെ പിടിയിലായിരിക്കുന്നവരെ സ്വർഗ്ഗത്തിലെ ഇന്ന് പകൽക്കാലം സൗഖ്യമാക്കണമേ. ഡയാലിസുകളെ കർത്താവ് ക്യാൻസൽ ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിന്റെ കൃപ ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ.